ഹലോ കുട്ടികളെ, അപ്പോൾ നമുക്കിന്ന് ഫ്രണ്ട് ഓഫീസ് മാനേജ്മെൻറ്റിലെ ഗസ്റ്റ് സർവീസസ് എന്നുള്ള ഭാഗത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, റൂം അലോക്കേഷൻ മീൻസ് റൂം അലോക്കേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സെക്യൂറിങ് എ വേക്കൻറ്റ് റെഡി റൂം ഫോർ ഗസ്റ്റ് ടു ഒക്യുപ്പൈ. ഗസ്റ്റിന് താമസിക്കാനായിട്ട് ഒരു വേക്കൻ്റ് ആയിട്ടുള്ള റൂം റെഡിയാക്കി കൊടുക്കുക അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് യു ആർ സ്റ്റേയിങ് ഇൻ എ 5-star ഹോട്ടൽ യു ആർ ആൻ ഡാഷ്. അതായത് നിങ്ങളൊരു 5-star ഹോട്ടലിൽ താമസിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെന്താണ്? ഒരു എക്സ്ട്രാ ഹൈ ബഡ്ജറ്റഡ് ടൂറിസ്റ്റ് ആണ് അല്ലേ. നമുക്കറിയാം 5-star ഹോട്ടൽസ് ആർ വെരി കോസ്റ്റ്ലി. അപ്പോൾ ഓപ്ഷൻ എ ആണ് എക്സ്ട്രാ ഹൈ ബഡ്ജറ്റഡ് ടൂറിസ്റ്റ് എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ വരിക. എ ധർമ്മശാല ഈസ് സ്യൂട്ടബിൾ ഫോർ ഡാഷ്. ധർമ്മശാല എപ്പോഴും ലോ ഇൻകം ഫാമിലീസിന് പറ്റിയതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെയിൻ ഫീച്ചർ ഓഫ് എ ടൈം ഷെയർ എസ്റ്റാബ്ലിഷ്മെൻറ്റ്? ടൈം ഷെയർ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ എങ്ങനെയാണ് റൂമും റിസോഴ്സസൊക്കെ ഗസ്റ്റുകൾ അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾ സ്പെസിഫിക് ടൈം ഷെഡ്യൂൾ അനുസരിച്ചിട്ട് അവർ ഷെയർ ചെയ്യും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇറ്റ്സ് റൂം റിസോഴ്സസ് ആർ ഷെയർഡ് ബൈ ഗസ്റ്റ് ടൂറിസ്റ്റ് അക്കോർഡിംഗ് ടു സ്പെസിഫൈഡ് ടൈം ഷെഡ്യൂൾസ്. ഓക്കെ, വേർ ഈസ് ഹോട്ടൽ അശോക് ലൊക്കേറ്റഡ് ഇൻ ന്യൂഡൽഹി? ന്യൂഡൽഹിയിൽ എവിടെയാണ് ഹോട്ടൽ അശോക് എന്ന്? അത് ചാണക്യപുരിയിലാണ് ഈ ഹോട്ടൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഗസ്റ്റ് എൻറ്റേഴ്സ് ഇൻ ടു എ ലാർജ് ഹോട്ടൽ ഫ്രം ഇറ്റ്സ് ഡാഷ്. ഒരു ഗസ്റ്റ് ഒരു ലാർജ് ഹോട്ടലിലേക്ക് എൻ്റർ ചെയ്യുന്നത് ഏത് വഴിയാണ്? ലോബി. ഓക്കെ, ലോബി വഴിയാണ്. ഓക്കെ, അപ്പോൾ എക്സാം എടുത്തു. എല്ലാവരും നല്ല കുട്ടികളായിട്ട് നല്ലപോലെ ഇരുന്ന് പഠിക്കാൻ നോക്കുക. മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ മോട്ടൽ? എ സ്മോൾ ഹോട്ടൽ ഓൺ ദ ഹൈവേ വേർ മോട്ടോറിസ്റ്റ് ചെക്ക് ഇൻ. മോട്ടോറിസ്റ്റുകൾ ചെക്ക് ഇൻ ചെയ്യുന്ന നമ്മുടെ ഹൈവേയുടെ അടുത്തുള്ള ചെറിയ ഹോട്ടലിനെയാണ് എന്തെന്ന് പറയുന്നത്? മോട്ടൽ എന്ന് പറയുന്നത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഹെറിറ്റേജ് ഹോട്ടൽ? ഹെറിറ്റേജ് ഹോട്ടൽ ഏതാണ്? രാംബാഗ് പാലസ്, ജയ്പൂർ. ഓക്കെ, ചരിത്രപരമായ പ്രത്യേകതകളുള്ള ഒരു ഹോട്ടൽ. അടുത്തത്, വൺ വുഡ് ഫൈൻഡ് ബോട്ടൽസ് ഇൻ ഡാഷ്. ബോട്ടൽസ്, ഓക്കെ, ഹോട്ടൽ രണ്ടും കൂടി ചേർന്ന് ബോട്ടൽസ് എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുക? ശ്രീനഗറിലാണ്. നെക്സ്റ്റ് വൺ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഓർഗനൈസേഷൻസ് ഈസ് ഓപ്പറേറ്റിംഗ് യൂത്ത് ഹോസ്റ്റൽസ് അറൗണ്ട് ദ വേൾഡ്? അതായത് യൂത്തിനായിട്ട്, വർക്കിംഗ് വുമണോ അല്ലെങ്കിൽ യൂത്തിനൊക്കെ ആയിട്ട് ഹോസ്റ്റൽസ് എവിടെയാണ്? അത് ഏത് ഓർഗനൈസേഷനാണ് യൂത്തിനായിട്ട് ഹോസ്റ്റൽസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? YMCA. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് റെസ്റ്റോറൻറ്റ് ചെയിൻ വാസ് ഇൻവോൾവ് ഇൻ എ കോൺട്രവേഴ്സി റിലേറ്റഡ് ടു ബീഫ്? അതായത് ബീഫുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കോൺട്രവേഴ്സി ഇൻക്ലൂഡ് ചെയ്തത് ഏത് റെസ്റ്റോറൻറ്റ് ചെയിനാണെന്ന്? ഓക്കെ, ഏതാണ്? കെൻടക്കി ഫ്രൈഡ് ചിക്കൻ, KFC ഉണ്ടല്ലോ അത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ആർ ഇലക്ട്രിക് കെറ്റിൽസ് പ്രൊവൈഡഡ് ഇൻ 4-star ആൻഡ് 5-star ഹോട്ടൽസ്? 4-star ഹോട്ടൽസിലും 5-star ഹോട്ടൽസിലും എന്തിനാണ് ഇലക്ട്രിക് കെറ്റിൽസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെന്ന്? സോ ദാറ്റ് ദേ കുഡ് മേക്ക് എ ടീ ഓർ കോഫി ഓൺ ദെയർ ഓൺ. അല്ലേ, സ്വന്തമായിട്ട് ചായയോ കാപ്പിയോ ഒക്കെ ഉണ്ടാക്കാനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഡ്യൂപ്ലക്സ് റൂം ഈസ് എ റൂം വിത്ത് ഡാഷ്. ഒരു ഡ്യൂപ്ലക്സ് റൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 2 stories കണക്റ്റഡ് ബൈ സ്റ്റെയർസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ ഗോൾഫ് കോഴ്സ്, ഹൗസ് റൈഡിംഗ് ട്രാക്ക് ആൻഡ് എ കാസിനോ ഹാവ് ബീൻ പ്രൊവൈഡഡ് വിത്തിൻ ദ പ്രിമിസസ് ഓഫ് എ ഹോട്ടൽ ദെൻ ഇറ്റ് ഈസ് എ ഡാഷ്. ഒരു ഗോൾഫ് കളിക്കാനുള്ള സ്ഥലം അല്ലെങ്കിൽ ഹോഴ്സ് റൈഡിംഗ് ട്രാക്ക്, കാസിനോ അതൊക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഹോട്ടലിനെ പറയുന്ന പേരാണ് റിസോർട്ട് ഹോട്ടൽ. നെക്സ്റ്റ് വൺ, എ ഹോട്ടൽ സ്മോളർ ഇൻ സൈസ് വിത്ത് മോഡസ്റ്റ് ബോർഡിംഗ് ആൻഡ് ലോഡ്ജിങ് ഫെസിലിറ്റീസ് ഈസ് നോൺ ആസ് ഡാഷ്. അതായത് വളരെ കുറവ് ആയിട്ടുള്ള സൈസ് വളരെ ചെറുത്, പിന്നെ ബോർഡിങ്ങും ലോഡിങ് ഫെസിലിറ്റീസൊക്കെ വളരെ കുറഞ്ഞ ഹോട്ടലിനെ പറയുന്നതാണ് എന്ത്? റിസോർട്ട് ഹോട്ടൽ. നെക്സ്റ്റ് വൺ, ഫൗണ്ടർ ഓഫ് ദ ഹോട്ടൽ താജ് മുംബൈ വാസ്. അതായത് ഹോട്ടൽ താജ് മുംബൈയിലുള്ളത്, അതിൻ്റെ ഫൗണ്ടർ ആരാണ്? നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ട ജംഷഡ്ജി ടാറ്റയാണ് അല്ലേ. നെയിം ഓഫ് ദ ഫൗണ്ടർ ഓഫ് ഒബ്രോയി ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽ ചെയിൻ. ഒബ്രോയി ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽ ചെയിൻ്റെ ഫൗണ്ടറാണ് മഹാവീർ സിംഗ് ഒബ്രോയ്.
അടുത്തത് ഹോട്ടൽ അശോക വിച്ച് ബിക്കെയിം ഫ്ലാഗ്ഷിപ്പ് ഹോട്ടൽ ഓഫ് ITDC കെയിം ഇൻ ടു ബീയിങ് ഇൻ ദ ഇയർ ഡാഷ്. അതായത് ITDCയിൽ നമ്മുടെ ഏത് ഹോട്ടൽ അശോക അതാണോ അത് ITDCൻ്റെ ഇതിൽ കീഴിൽ വന്നായിരുന്നു അല്ലേ. അത് ഏത് വർഷത്തിലാണ്? 1968. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മോഡിഫൈഡ് അമേരിക്കൻ പ്ലാൻ ഇൻക്ലൂഡ്സ് ഡാഷ്. മോഡിഫൈ ചെയ്ത അമേരിക്കൻ പ്ലാനിൽ 1 മീൽ ഓഫ് ദ ഡേയും പിന്നെ റൂം റെൻറ്റും കൂടിയിട്ടാണ് മോഡിഫൈഡ് അമേരിക്കൻ പ്ലാൻ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അമേരിക്കൻ പ്ലാൻ റിഫ്യൂസ് ടു. അമേരിക്കൻ പ്ലാൻ എന്താണ് വിമുഖത പ്രകടിപ്പിക്കുന്നത്? എന്തിനാണ്? 3 ഡെയിലി മീൽസ് ഇൻക്ലൂഡഡ് വിത്ത് റൂം റേറ്റ്സ്. അതായത് 3 മീൽസ് കൊടുക്കാനായിട്ടാണ് അവർ റിഫ്യൂസ് ചെയ്യുന്നത്, അവർ സമ്മതിക്കാത്തത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് സ്റ്റേറ്റ് ഹാസ് ദ മാക്സിമം നമ്പർ ഓഫ് ഹെറിറ്റേജ് ഹോട്ടൽസ് ഇൻ ഇന്ത്യ. ഏത് സ്റ്റേറ്റിലാണ് ഏറ്റവും കൂടുതൽ ഹെറിറ്റേജ് ഹോട്ടൽസ്, പൈതൃകപരമായ പ്രത്യേകതകളുള്ള ഹോട്ടൽസ് ഉള്ളത്? രാജസ്ഥാനിലാണ്. ഓക്കെ. അടുത്തത് ദ DND കാർഡ്സ്. DND എന്തിനാണ്? ഡു നോട്ട് ഡിസ്റ്റർബ് അല്ലേ. DND കാർഡ്സ് ഇൻ എ മെയ്ഡ്സ് ട്രോളി ബിലോങ്സ് ടു ഡാഷ്. റൂം സർവീസ് സപ്ലൈസിലാണ് അത് പെടുന്നത്. DND കാർഡ് അതായത് അവരെ ബുദ്ധിമുട്ടിപ്പിക്കരുത് എന്നുള്ള പോലെ ഗസ്റ്റിന് സൗകര്യം ചെയ്ത് കൊടുക്കാനാണ് DND കാർഡ്സ്, ഡു നോട്ട് ഡിസ്റ്റർബ്. അപ്പോൾ അത് ഏതിൽ പെടുന്നതാണ്? റൂം സർവീസ് സപ്ലൈസിൽ. നെയിം ദ അണ്ടർലൈൻ ക്ലോത്ത് യൂസ്ഡ് ഓൺ എ റെസ്റ്റോറൻറ്റ് ടേബിൾ. റെസ്റ്റോറൻറ്റ് ടേബിളിൽ അണ്ടർലൈൻ ക്ലോത്ത് ആയിട്ട് യൂസ് ചെയ്യുന്നത് അതേതാണ്? ബേസ് ക്ലോത്ത് എന്നാണ് അതിനെ പറയുന്നത്. നെക്സ്റ്റ് വൺ APR ഈസ് ദ ടേം യൂസ്ഡ് ഇൻ എ ഹോട്ടൽ ഇൻഡസ്ട്രി ഫോർ ഐഡൻറ്റിഫൈയിങ് ഡാഷ്. എന്ത് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് APE? നമുക്കറിയാം ആവറേജ് റവന്യൂ റേറ്റ്. ആവറേജ് റവന്യൂ റേറ്റ് കാണിക്കാനാണ് APR എന്ന ടേം യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഐഡൻറ്റിഫൈ ആൻ ഇൻ്റർനാഷണൽ ഫ്രാഞ്ചൈസ് ഹോട്ടൽ ചെയിൻ. ഇൻ്റർനാഷണൽ ഫ്രാഞ്ചൈസി ഉള്ള ഒരു ഹോട്ടൽ ചെയിൻ, ഒരു ഹോട്ടൽ ശൃംഖല ഏതാണ്? മാരിയറ്റ് ആണ്. നെക്സ്റ്റ് വൺ ടേബിൾ ഡി ഹോട്ട് ഈസ് എ ടേം റിലേറ്റഡ് ടു ഡാഷ്. ചോയ്സ് ഓഫ് ഐറ്റംസ് ഇൻ എ മെനു. അതായത് മെനുവിൽ ചോയ്സ് ഓഫ് ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് ടേബിൾ ഡി ഹോട്ട് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ ഫുഡ് സർവീസ് ഓപ്പറേഷൻ ഓഫ് എ ലിമിറ്റഡ് മെനു ആൻഡ് സർവീസ് ഈസ് ഡാഷ്. ഒരു ഫുഡ് സർവീസ് ഓപ്പറേഷൻ അതിൽ ലിമിറ്റഡ് മെനുവും പിന്നെ സെൽഫ് സർവീസ്, സ്വയം തന്നെ ഫുഡൊക്കെ എടുത്ത് കഴിക്കണം, അതാണ് കഫറ്റേരിയ. അടുത്തത് എ ഹോട്ടൽ എംപ്ലോയി ഹു ഹാൻഡിൽസ് റെസ്റ്റോറൻറ്റ് ആൻഡ് ടൂർ റിസർവേഷൻസ് ട്രാവൽ അറേഞ്ച്മെൻറ്റ് എക്സെട്ര ഈസ് ഡാഷ്. ഒരു ഹോട്ടൽ എംപ്ലോയി അയാൾ എന്തൊക്കെ ഹാൻഡിൽ ചെയ്യും? റെസ്റ്റോറൻറ്റും ടൂറിൻ്റെ റിസർവേഷൻസും ട്രാവൽ അറേഞ്ച്മെൻറ്റ്സും ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഹോട്ടൽ എംപ്ലോയിനെ പറയുന്നത് ഹൗസ് കീപ്പർ എന്നല്ല, ഷെഫ് ഡി ക്യുസിൻ എന്നല്ല, കോൺസേർജ് എന്നല്ല. അപ്പോൾ ഇതിലൊന്നും പെടുന്നില്ല. നൺ ഓഫ് ദ എബവ് ആണ് ആൻസർ. നെക്സ്റ്റ് എ ഹോട്ടൽ റൂം വിത്ത് ഓൾ ഗസ്റ്റ് റൂംസ് ഓക്യുപ്പൈഡ്. അതായത് എല്ലാ ഗസ്റ്റ് റൂമിലും ആൾക്കാർ നിറഞ്ഞു, അങ്ങനെയുള്ളൊരു ഹോട്ടൽ റൂമിനെയാണ് എന്തെന്ന് പറയുന്നത്? ഹൗസ്ഫുൾ. നെക്സ്റ്റ് വൺ എ റൂം വ്യൂവിങ് എ ലാൻഡ്സ്കേപ്പ്, വാട്ടർ ബോഡി ഓർ എനി അതർ സർവീസ് വ്യൂ ഈസ് ലാനൈ. അതായത് ഒരു ലാൻഡ്സ്കേപ്പിലേക്കോ ഒരു വാട്ടർ ബോഡിയിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് സർവീസിലേക്കോ വ്യൂ ഉള്ളത് തന്നെയാണ്, അങ്ങനെയുള്ള റൂംസിനെയാണ് ലാനൈ എന്ന് പറയുന്നത്. ഫുഡ് ഓർ ബിവറേജസ് സെർവ്ഡ് ഇൻ ഗസ്റ്റ് റൂം ഈസ് നോൺ ആസ്. ഫുഡും ബിവറേജസും നമ്മൾ ഗസ്റ്റിൻ്റെ റൂമിൽ തന്നെ സെർവ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് റൂം സർവീസ് എന്ന് പറയുന്നത്. വിച്ച് ഈസ് ദ ഹോട്ടൽ ഓൺ വീൽസ്. ഹോട്ടൽ ഓൺ വീൽസ് ഏതാണ്? റോട്ടലാണ്. മുന്നേ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് പലതവണ റിപ്പീറ്റ് ചെയ്ത് കണ്ടതാണ് അല്ലേ. വിച്ച് പ്രൊവൈഡ്സ് എ ചോയ്സ് ഓഫ് ഐറ്റംസ്. അതായത് കുറേ ചോയ്സ് ഓഫ് ഐറ്റംസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഏതിലാണ്? അലാ കാർട്ട്. നെക്സ്റ്റ് വൺ the place in a hotel where alcoholic beverages and snacks are served is dash. അതായത് ഒരു ഹോട്ടലിലെ പ്ലേസ് അവിടെ നമുക്ക് ആൽക്കഹോളിക് ബിവറേജസും സ്നാക്സും സെർവ് ചെയ്യുന്നത് അതിനെയാണ് ബാർ എന്ന് പറയുന്നത്. ആൽക്കഹോൾ അല്ലേ, മദ്യം ഒക്കെ വിളമ്പുന്നത്. അടുത്തത് കസ്റ്റമേഴ്സ് ഹു വാണ്ട് ടു സ്റ്റേ ഫോർ എ ലോങ്ങർ പീരീഡ് പ്രിഫർ ഡാഷ്. അതായത് കുറേ ടൈം അവിടെ സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് എന്താണ് പ്രിഫർ ചെയ്യുന്നത്? റെസിഡൻഷ്യൽ ഹോട്ടൽസ് ആവും. അപ്പോൾ റേറ്റിലൊക്കെ ഇത്തിരി വ്യത്യാസം ഉണ്ടാവും. ഓക്കെ. അടുത്തത് മോട്ടൽസ് ആർ ലൊക്കേറ്റഡ് ഓൺ ഡാഷ്. നമുക്കറിയാം മോട്ടോറിസ്റ്റുകൾ
പ്രിഫർ ചെയ്യുന്നതാണ്. ഹൈവേസിലാണ് മോട്ടൽസ് ലൊക്കേറ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഓഫ് എ ഫ്ലോട്ടിംഗ് ഹോട്ടൽ, ഫ്ലോട്ട് ചെയ്ത് എടുക്കുന്ന ഹോട്ടൽ. ഓക്കെ, അതാണ് ഹൗസ് ബോട്ട്. നമുക്കറിയാം, ആലപ്പുഴയൊക്കെ നമുക്കറിയുന്നതാണ് ഹൗസ് ബോട്ട്. ദ ടേം റെസ്റ്റോറൻറ്റ് ഒറിജിനേറ്റഡ് ഇൻ ഡാഷ്. റെസ്റ്റോറൻറ്റ് എന്നുള്ള ടേം ഒറിജിനേറ്റ് ചെയ്തത് ഏത് ഭാഷയിൽ നിന്നാണ്? ജർമ്മനിയിൽ നിന്നാണ്. അതായത് ജർമ്മൻ ഭാഷയിൽ നിന്നാണ്, ജർമ്മനിയിൽ നിന്നാണ് ആ വാക്ക് ഉത്ഭവിച്ചത്. നെക്സ്റ്റ് വൺ, ലാസ് വേഗാസ് ഈസ് ദ എക്സാമ്പിൾ ഫോർ ഡാഷ്. ലാസ് വേഗാസ് കാസിനോ ഹോട്ടലിന് എക്സാമ്പിളാണ്. ചൂതാട്ടമൊക്കെ നടക്കുന്ന അതിന് എക്സാമ്പിളാണ് ഇത് ലാസ് വേഗാസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ഷട്ടിൽ സർവീസ് ടു ദ എയർപോർട്ട് ഈസ് എ ടിപ്പിക്കൽ ഫീച്ചർ ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് ഹോട്ടൽ. അതായത് ഷട്ടിൽ സർവീസ്, ഹോട്ടൽ എയർപോർട്ടിൽ നിന്ന് ഹോട്ടലിലേക്ക്, ഹോട്ടലിൽ നിന്ന് എയർപോർട്ടിലേക്ക്, അങ്ങനെ ഒരു ഷട്ടിൽ സർവീസ് നൽകുന്ന ഇത് ഏതാണ്? എയർപോർട്ട് ഹോട്ടലാണ് അങ്ങനെയുള്ള സർവീസ് നൽകുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് സെക്ഷൻ ഇൻ എ കിച്ചൺ സപ്ലൈസ് ടീ ഓർ കോഫി. ഏത് സെക്ഷൻ, കിച്ചണിലെ ഏത് സെക്ഷനാണ് ടീയും കോഫിയും സപ്ലൈ ചെയ്യുന്നത്? ഹോട്ട് റേഞ്ച്. നെക്സ്റ്റ് വൺ, ഗാർഡിയൻ ഈസ് എ ട്രോളി. ഓക്കെ, ഗാർഡിയനെ പറയുന്നതാണ് എന്ത്? ട്രോളി. നെക്സ്റ്റ് വൺ, റെക്കോർഡ് മീൻസ് ആൻ ആൽക്കഹോൾ സ്റ്റോറിനാണ് എന്തെന്ന് പറയുന്നത്? റെക്കോർഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ദ പേഴ്സൺ ഹൂ ക്ലീൻസ് ദ കിച്ചൺ. കിച്ചൺ ക്ലീൻ ചെയ്യുന്ന ആളാണ് കിച്ചൺ സ്റ്റുവാർഡ്. നെക്സ്റ്റ് വൺ, ദ പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ ദ ലാൻഡ്സ്കേപ്സ് ആൻഡ് ഗാർഡൻസ് ഓഫ് ദ ഹോട്ടൽ പ്രിമൈസസ് ഈസ് ഡാഷ്. അതായത് ലാൻഡ്സ്കേപ്പ്, നമ്മൾ പൂന്തോട്ടം ഒക്കെ ഭംഗിയാക്കി ഇട്ട് ഗാർഡൻസ് അതൊക്കെ ആയിട്ട് അറേഞ്ച് ചെയ്യില്ല, അതിന് റെസ്പോൺസിബിലിറ്റി ഉള്ളത് ഹോർട്ടിക്കൾച്ചറിസ്റ്റിനാണ്. ഓക്കെ, ഹോർട്ടിക്കൾച്ചർ അറിയാം നമുക്ക്, ചെടികളും ഇതൊക്കെ വിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഹോർട്ടിക്കൾച്ചറിസ്റ്റിനാണ് ഒരു ഹോട്ടലിൽ ലാൻഡ്സ്കേപ്പും ഗാർഡൻസൊക്കെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യാനൊക്കെ ഉള്ള ചുമതലയുള്ളത്. ഹൂ ഈസ് ദ ഹെഡ് ഓഫ് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്? എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറാണ്, ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ്. അടുത്തത്, നെയിം എ കൺട്രി വേർ വി ക്യാൻ സീ എ ക്യാപ്സ്യൂൾ ഹോട്ടൽ. ക്യാപ്സ്യൂൾ ഹോട്ടൽസ് നമുക്ക് കാണാൻ പറ്റുന്നത് എവിടെയാണെന്ന്? ജപ്പാനിലാണ് നമുക്ക് ക്യാപ്സ്യൂൾ ഹോട്ടൽസ് കാണാനായിട്ട് സാധിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ബിസിനസ് ലോഞ്ച് വിൽ ബി ഫൗണ്ട് ഇൻ എ ഡാഷ്. ഒരു ബിസിനസ് ലോഞ്ച് നമുക്ക് കാണാൻ പറ്റുന്നത് എവിടെയാണ്? പാലസ് ഹോട്ടലിലാണ്. വി ക്യാൻ ഫൈൻഡ് യുണീക്ക് ആർട്ടിഫാക്ട്സ് ആൻഡ് അക്കോമഡേഷൻസ് ഇൻ ഡാഷ്. നമുക്ക് യുണീക്കായിട്ടുള്ള ആർട്ടിഫാക്റ്റുകളും അക്കോമഡേഷൻസൊക്കെ കാണാൻ പറ്റുന്നത് ബിസിനസ് ഹോട്ടലിലാണ്. അത് ഓപ്ഷനിലില്ല, അതുകൊണ്ടാണ് എഴുതിയേക്കുന്നത്. ഏർലിയസ്റ്റ് ലോഡ്ജിങ് പ്ലേസസ് ആർ കോൾഡ് ഡാഷ്. പണ്ട് കാലത്ത് അതായത് സത്രങ്ങൾ എന്നായിരുന്നു പണ്ടത്തെ ലോഡ്ജിങ് പ്ലേസസിനെ വിളിച്ചിരുന്നത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഹോട്ടൽ ഫേസ്ഡ് ടെററിസ്റ്റ് അറ്റാക്ക്. ടെററിസ്റ്റ് അറ്റാക്ക് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. താജ്, മുംബൈയിലെ താജിലാണ് ടെററിസ്റ്റ് അറ്റാക്ക് ഫേസ് ചെയ്തിട്ടുള്ളൊരു ഹോട്ടൽ. നെക്സ്റ്റ് വൺ, അമേരിക്കൻ സർവീസ് ഈസ് അതർവൈസ് കോൾഡ്. അമേരിക്കൻ സർവീസിന് പറയുന്ന മറ്റൊരു പേരാണ് പ്ലേറ്റ് സർവീസ്. അമേരിക്കൻ സർവീസിന് പറയുന്ന മറ്റൊരു പേരാണ് പ്ലേറ്റ് സർവീസ്. വിച്ച് ഈസ് ദ ഓൺലി പബ്ലിക് ടൂറിസം അണ്ടർടേക്കിംഗ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള ആകെയുള്ള പബ്ലിക് ടൂറിസം അണ്ടർടേക്കിംഗ് ആണ് ITDC. നെക്സ്റ്റ് വൺ, ദ മെയിൻ സോഴ്സസ് ഓഫ് ട്രാവൽ ഏജൻസി. പ്രധാനപ്പെട്ട ട്രാവൽ ഏജൻസിയുടെ സോഴ്സസ് ആണ് കമ്മീഷൻ അല്ലേ. കമ്മീഷനാണ് അവർക്ക് കിട്ടുന്നത്. ആൾക്കാർ വന്ന് ബുക്ക് ചെയ്യുമ്പോഴേക്കുള്ള അതിൻ്റെ കമ്മീഷൻ കിട്ടും. IATA സ്റ്റാൻഡ്സ് ഫോർ ഇൻ്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ. ഇൻ്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷനാണ് IATA. യൂണിവേഴ്സൽ ഫെഡറേഷൻ ഓഫ് ട്രാവൽ ഏജൻറ്റ്സ് അസോസിയേഷൻ ഏതാണ്? UFTAA. യൂണിവേഴ്സലിൻ്റെ U, ഫെഡറേഷൻ്റെ F, ട്രാവലിൻ്റെ T, ഏജൻറ്റിൻ്റെയും അസോസിയേഷൻ്റെയും A. അപ്പോൾ UFTAA ആണ് യൂണിവേഴ്സൽ ഫെഡറേഷൻ ഓഫ് ട്രാവൽ ഏജൻറ്റ്സ് അസോസിയേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗസ്റ്റ് ഹൗസ് ആർ നോൺ ആസ് ഡാഷ്. ഗസ്റ്റ് ഹൗസിനെ പറയുന്നതാണ് ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, UFTAA സ്റ്റാൻഡ്സ് ഫോർ. അപ്പോൾ തന്നെ നമ്മൾ നോക്കിയതാണ് എന്താണ്? യുണൈറ്റഡ് ഫെഡറേഷൻ ഓഫ് ട്രാവൽ ഏജൻറ്റ്സ് അസോസിയേഷൻ ആണോ? യുണൈറ്റഡ് ഫെഡറേഷൻ ആണോ? അല്ല. യൂണിവേഴ്സൽ ഫെഡറേഷൻ ആണോ?
യൂണിവേഴ്സൽ ഫെഡറേഷൻ തന്നെയാണ്, പക്ഷേ ഇവിടെ ടൂറിസം ഏജൻറ്റ് അസോസിയേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ടൂറിസം അല്ല, ട്രാവൽ ഏജൻറ്റ്സ് അസോസിയേഷനാണ്. അപ്പോൾ UFTAA, യൂണിവേഴ്സൽ ഫെഡറേഷൻ ഓഫ് ട്രാവൽ ഏജൻറ്റ്സ് അസോസിയേഷൻ. UFTAA വാസ് ഫൗണ്ടഡ് ഇൻ, എവിടെയാണ് അത് ആരംഭിച്ചത്? റോമിലാണ്. UFTAA വാസ് ഫൗണ്ടഡ് ഇൻ ഏത് വർഷമാണത്? 1966. TAAI സ്റ്റാൻഡ്സ് ഫോർ, TAAI എന്താണ്? ട്രാവൽ ഏജൻറ്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ. എന്താണ്? ട്രാവൽ ഏജൻറ്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ആണ് TAAI. TAAI വാസ് ഫോംഡ് ഇൻ 1951. അടുത്തത് ഓപ്പറ ഈസ് ഡാഷ്. അതൊരു സോഫ്റ്റ്വെയർ ആണ്, യൂസ്ഡ് ഫോർ റിസർവേഷൻ ഓഫ് ഹോട്ടൽ റൂംസ്. ഹോട്ടൽ റൂം റിസർവ് ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഓപ്പറ. ഹോൾസെയിലർ ഇൻ ദ parlance of tourism industry is dash. Wholesaler, tour operator. Next one, which one of the following is a function of a travel agent? Travel agent ന്റെ function എന്താണ്? It retails the package tour. Tour package ആയിട്ട് അവൈലബിൾ ആക്കുന്നത് ആരാണ്? ട്രാവൽ ഏജൻറ്റ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ പേഴ്സണൽ ഐറ്റം ക്യാരിഡ് ബൈ എ ട്രാവലർ നോൺ ആസ് ഡാഷ്. പേഴ്സണൽ ഐറ്റം, ഈ ട്രാവലർ ക്യാരി ചെയ്യുന്ന പേഴ്സണൽ ഐറ്റത്തിനാണ് ബാഗേജ് എന്ന് പറയുന്നത്. ലിഷർ, ബിസിനസ് ആൻഡ് ഹോം ബേസ്ഡ് ആർ ദ 3 മെയിൻ ടൈപ്സ് ഓഫ് വാട്ട്. ലിഷറും ബിസിനസ്സും ഹോം ബേസ്ഡും ഒക്കെ എന്തിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്? ട്രാവൽ ഏജൻസിൻ്റെ ടൈപ്സ് ഓഫ് ട്രാവൽ ഏജൻസ് ആണ് ലിഷർ, ബിസിനസ്, ഹോം ബേസ്ഡ്. ദ റെക്കഗ്നിഷൻ as an approval travel agency in India is granted initially for 5 years by, അതായത് അപ്രൂവ്ഡ് ട്രാവൽ ഏജൻസി ആയിട്ട് ഇന്ത്യയിൽ 5 വർഷത്തേക്ക് ഗ്രാൻറ്റ് ചെയ്യുന്നത് ആരാണ്? മിനിസ്ട്രി ഓഫ് ടൂറിസം ആണ്. മിനിസ്ട്രി ഓഫ് ടൂറിസം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ റോൾ ഓഫ് എ ട്രാവൽ ഏജൻസി? ട്രാവൽ ഏജൻസിയുടെ റോൾ എന്താണ്? ട്രാവൽ ഏജൻറ്റ് ഓൾസോ പ്രൊവൈഡ് ഡെസ്റ്റിനേഷൻസ്, ട്രാൻസ്ഫർ സർവീസസ് ടു ദ ക്ലയൻറ്റ്സ് ആസ് പെർ ദ ടൂർ ഇറ്റിനററി. അതായത് നമുക്കറിയാം ട്രാവൽ ഏജൻസ് ആണെന്ത്? ഡെസ്റ്റിനേഷൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നതും ലോക്കൽ ഏജൻ്റായിട്ട് കൺഫേം ചെയ്യാനും റീകൺഫേം ചെയ്യാനും സർവീസസ് കൺഫേം ആൻഡ് റീകൺഫേം ചെയ്യാനും നമ്മൾ ടൂർ ഹോൾസെയിലർ റിസർവ് ചെയ്യുന്നതിൻ്റെ സർവീസസ് കൺഫേം ചെയ്യാനും റീകൺഫേം ചെയ്യാനും, അതുപോലെ തന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, കമ്മീഷൻസ്, അതിൻ്റെ കാര്യങ്ങളിലൊക്കെ നെഗോഷിയേഷൻസ് നടത്തുന്നതൊക്കെ ആരാണ്? ട്രാവൽ ഏജൻസ് ആണ്. അപ്പോൾ ഓൾ ഓഫ് ദ എബവ് ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യൻ ഒറിജിൻ ഹോട്ടൽ ചെയിൻ സെലിബ്രേറ്റിംഗ് ഇറ്റ്സ് 50 years for ഗസ്റ്റ് അസോസിയേറ്റ്സ് ആൻഡ് പാർട്ട്നേഴ്സ് ഇൻ 2017-18. 2017-18 കാലഘട്ടങ്ങളിൽ ഏത് ഇന്ത്യൻ ഒറിജിൻ ഹോട്ടൽ ചെയിനാണ് അതിൻ്റെ 50-ാം വർഷം, ഗസ്റ്റ് അസോസിയേഷൻസ് ആൻഡ് പാർട്ട്നേഴ്സിൽ അതിൻ്റെ 50-ാം വർഷം ആഘോഷിക്കുന്നത് ഇന്ത്യയിലുള്ള ഏത് ഹോട്ടൽ ചെയിനാണ്? ദ പാർക്ക് ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് ആണത്. ഓക്കെ, ദ പാർക്ക് ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ്. എ ഗസ്റ്റ് ഹൂ കംസ് ടു ഹോട്ടൽ വിത്തൗട്ട് പ്രയർ റിസർവേഷൻ ഫോർ എ ഗസ്റ്റ് റൂം. ഒരു ഗസ്റ്റ് റൂം എടുക്കാനായിട്ട് മുന്നേ റിസർവ് ചെയ്യാണ്ട് വരുന്ന ഗസ്റ്റിനെ പറയുന്ന പേരാണ് വാക്ക് ഇൻ. മുന്നേ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. The ITC entered into hotel business in year dash with the acquisition of a hotel in Chennai which was rechristened ITC Welcome Group. Hotel Chola was renamed by My Fortune Chennai. അതായത് the ITC entered into hotel business ഏത് വർഷമാണ്? 1975. അടുത്തത്, ഹൗ മെനി 7-star ഹോട്ടൽസ് ആർ ദർ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ എത്ര 7-star ഹോട്ടൽസ് ഉണ്ട്? 10 7-star ഹോട്ടൽസ് ആണ് ഇന്ത്യയിലുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ വേ ഇൻ വിച്ച് മാർക്കറ്റിംഗ് എഫക്ട്സ് മെനു പ്ലാനിങ് ഇൻ എ റെസ്റ്റോറൻറ്റ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ വേ, ഏത് വഴിയിലാണ് നമുക്ക് മാർക്കറ്റിംഗ് എഫക്റ്റ് ചെയ്യുന്നത് മെനു പ്ലാനിങ്ങിന്? ഏതാണ്? എ ആൻഡ് ബി. അതായത് ഡെമോഗ്രാഫിക്സ്, ജെൻഡർ, ഇൻകം, ഏജ്, ഫാമിലി സ്റ്റാറ്റസ്, എത്നിസിറ്റി, ഇതെല്ലാം ഗസ്റ്റിൻ്റെ ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടും പർപ്പസ് ഓഫ് ദ ഗസ്റ്റ് വിസിറ്റ്, എന്തിനാണ് ഗസ്റ്റ് വന്നത്, അവരുടെ വാണ്ട്സും നീഡ്സും എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട്. അപ്പോൾ ബോത്ത് ആൻഡ് ബി, എ ആൻഡ് ബി ആണ് കറക്റ്റായിട്ട് വരുന്നത്. അടുത്തത്,
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ വേ ഇൻ വിച്ച് മാർക്കറ്റിംഗ് എഫക്ട്സ് മെനു പ്ലാനിങ് ഇൻ എ റെസ്റ്റോറൻറ്റ്? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ് അല്ലേ, പർപ്പസ് ഓഫ് ഇത്. അത് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് വന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഭാഗം തീർന്നിരിക്കുകയാണ്. ഇനി അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. എന്നാലാണ് ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. എന്നിട്ട് എല്ലാവർക്കും നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്താനായിട്ട് എത്രയും പെട്ടെന്ന് പറ്റട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.